37 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പ ആശുപത്രി വിട്ടു. റോമിലെ ജമല്ലി ആശുപത്രിയിൽ നിന്ന് താമസസ്ഥലമായ സാന്താ മാർത്ത മന്ദിരത്തിലേക്ക് പോപ്പ് ഫ്രാൻസിസ് മാറും. ജമല്ലി ആശുപത്രിയിൽ മാർപ്പാപ്പ വിശ്വാസികളെ അഭിസംബോധന ചെയ്യും. അല്പസമയം മുമ്പ് നമ്മൾ അത് കണ്ടിരുന്നു. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് മെറിൻ മേരി ചാക്കോയാണ് ചേരുന്നത്. മെറിൻ, മാർപ്പാപ്പ തന്നെ ഇതിന്റെ തുടക്കത്തിൽ ഇത് ഞാൻ അതിജീവിക്കില്ല എന്ന സന്ദേഹമൊക്കെ പ്രകടിപ്പിച്ചെങ്കിലും വിശ്വാസികളുടെയൊക്കെ ആഗ്രഹം പോലെ അദ്ദേഹം അതിനെ അതിജീവിച്ച് തിരികെ വന്നിരിക്കുകയാണ്. വിശ്വാസികളോട് വളരെ സ്നേഹപൂർവ്വം അദ്ദേഹം സംസാരിക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ 2 മാസത്തെ പൂർണ്ണ വിശ്രമം നിർദ്ദേശിച്ചിട്ടുണ്ടല്ലോ. ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. അതായത് ആഗോള കത്തോലിക്ക വിശ്വാസ സമൂഹത്തിന് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. അതായത് അവരുടെ പരമോന്നതമായിട്ടുള്ള നേതാവും ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പോൾ റോമിലെ ജമലി ആശുപത്രി വിടുന്നു. 37 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം, അതായത് ഏകദേശം 5 ആഴ്ചത്തെ ആശുപത്രിവാസത്തിന് ശേഷമാണ് ഇപ്പോൾ അദ്ദേഹം ആശുപത്രി വിടാനൊരുങ്ങുന്നത്. അതിനു മുൻപോടിയായി വിശ്വാസ സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്ന അല്ലെങ്കിൽ ആശീർവദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ 10ാം നിലയിലെ ആശുപത്രി ആ മുറിയിൽ നിന്നാണ് ഇപ്പോൾ അദ്ദേഹം വിശ്വാസ സമൂഹത്തിനെ അഭിസംബോധന ചെയ്യുന്നത്. ഇത് ഏറെ നാളായി, കഴിഞ്ഞ ഫെബ്രുവരി 14-നാണ് ന്യൂമോണിയ ബാധയെ തുടർന്ന്, അതായത് ഇരു ശ്വാസകോശങ്ങളെയും ബാധിക്കുന്ന ബൈലാറ്ററൽ ന്യൂമോണിയയെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്നാണ് ഇന്ന് അദ്ദേഹം ആശുപത്രി വിടുന്നത്. ഏറെ പ്രാർത്ഥനകൾ, വിശ്വാസ സമൂഹം ഏറെ പ്രാർത്ഥനകളോടെ കാത്തിരുന്ന ഒരു നിമിഷമാണിത്. നേരത്തെ തന്നെ കുട്ടികളടക്കം നിരവധി വിശ്വാസികൾ വത്തിക്കാൻ സ്ക്വയറിൽ അദ്ദേഹത്തിന് രോഗസൗഖ്യം നേർന്നുകൊണ്ട് തന്നെ എന്നും തടിച്ചുകൂടുമായിരുന്നു. മഞ്ഞ നിറത്തിലുള്ള ബലൂണുകൾ അർപ്പിച്ചുകൊണ്ട് ആശംസാ കാർഡുകളുമായി അദ്ദേഹം വേഗം സൗഖ്യമാക്കട്ടെ, തങ്ങളുടെ പ്രിയപ്പെട്ട പാപ്പ വേഗം സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നുള്ള ആശംസകളുമായി നിരവധി വിശ്വാസി സമൂഹങ്ങളാണ് ഇത്തരത്തിൽ വത്തിക്കാൻ സ്ക്വയറിൽ തടിച്ചു കൂടാറുണ്ടായിരുന്നത്. ഏറ്റവും ജനപ്രിയനായുള്ള ഒരു പാപ്പ തന്നെയാണ്, നിലപാടുകളുടെ പാപ്പ എന്ന് തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അറിയപ്പെടുന്നത്. ഇത് അദ്ദേഹത്തിന് ഇപ്പോൾ ആശുപത്രി വിടുന്നെങ്കിലും ന്യൂമോണിയ പൂർണ്ണമായും ഭേദമായി എന്തായാലും പൂർണ്ണ സൗഖ്യമാകാൻ അല്ലെങ്കിൽ ആരോഗ്യം വീണ്ടെടുക്കാൻ 2 മാസത്തെ സമയം വേണ്ടിവരുമെന്ന് തന്നെയാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ആശുപത്രി വിട്ട് അദ്ദേഹം വസതിയായിട്ടുള്ള സാന്താ മാർത്തയിലേക്ക് നീങ്ങും. അവിടെ പ്രത്യേക സൗകര്യങ്ങൾ തന്നെ ഒരുക്കിയിട്ടില്ല. എന്നാലും ചികിത്സ തുടരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കൂടിക്കാഴ്ചകൾ നടത്തരുത്, ആൾക്കൂട്ടത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള പരിപാടികൾ ഒഴിവാക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ ഡോക്ടേഴ്സ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണുന്നത് ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. അദ്ദേഹം വീൽ ചെയറിലിരുന്നു കൊണ്ട് വളരെ പ്രസന്നവദനായി തന്നെ ചിരിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ വിശ്വാസ സമൂഹത്തെ തനിക്ക് രോഗസൗഖ്യം നേർന്ന വിശ്വാസ സമൂഹത്തെ ആശീർവദിക്കുന്ന അല്ലെങ്കിൽ അവരോട് ആശംസകൾ നേരുന്ന ഒരു കാഴ്ച തന്നെയാണിത്. വിശ്വാസ സമൂഹം ഏറെ കാത്തിരുന്ന മാസങ്ങളായി അല്ലെങ്കിൽ 5 ആഴ്ചകളായി കാത്തിരുന്ന ഒരു നിമിഷം തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ അദ്ദേഹം അവശ നിലയിലായിരുന്നു. അതായത് കഴിഞ്ഞ ഈ ഒരു മാർച്ച് ആദ്യവാരം തന്നെ വത്തിക്കാൻ അതാത് സമയത്ത് അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഡോക്ടേഴ്സ് എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അപ്ഡേറ്റ്സുകളെല്ലാം നൽകിയിരുന്നു. അദ്ദേഹത്തിന് ഓക്സിജൻ തെറാപ്പി നൽകുകയാണ് തുടങ്ങിയ വാർത്തകളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില സംബന്ധിച്ച്. അത് സംബന്ധിച്ച് വത്തിക്കാൻ എല്ലാ ദിവസവും അതിൻ്റെ അപ്ഡേറ്റ്സുകളെല്ലാം നൽകിയിരുന്നു. ഇതേ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സന്തോഷകരമായ ഒരു കാഴ്ച ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ കുട്ടികളെല്ലാം തന്നെ വത്തിക്കാൻ സ്ക്വയറിൽ ആശംസ കാർഡുകളിൽ പറഞ്ഞത്, ഞങ്ങളുടെ പ്രിയപ്പെട്ട പോപ്പ് തിരിച്ചു വരണം, അദ്ദേഹത്തെ ഒന്ന് കെട്ടിപ്പിടിക്കണം, അദ്ദേഹത്തിന് സന്തോഷത്താൽ അതിനുവേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ട പാപ്പാക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നെന്ന് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം ഈ രോഗക്കിടക്കയിലായിരുന്നിട്ട് പോലും ഒരിക്കലും എപ്പോഴും കർമ്മനിരതനായിരുന്നു. കാരണം വത്തിക്കാൻ സ്ക്വയറിലേക്ക് ഗവർണറേറ്റ്സിനുള്ള നിയമനം നടത്തി, പുതിയ കമ്മീഷനെ നിയമിച്ചു, 2 വിശുദ്ധന്മാരെ 2 പേരെ വിശുദ്ധരായി പ്രഖ്യാപിച്ചു. ഇത്രയും ജനപ്രിയനായ ഫ്രാൻസിസ് മാർപ്പാപ്പ രോഗത്തെ അതിജീവിച്ച് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി പുറത്തു വന്നിരിക്കുന്നു. അദ്ദേഹം സാന്താ മാർത്ത വിശ്രമ മന്ദിരത്തിലേക്കാണ് പോകുന്നത്. 2 മാസത്തെ പൂർണ്ണ വിശ്രമമാണ് അദ്ദേഹത്തിന് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്.